ITEP, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. 2023 നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത്തരത്തിലൊരു കോഴ്സ് വിഭാവനം ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തെ അധ്യാപക പരിശീലന കോഴ്സുകൾ, അതായത് നമ്മുടെ BEd കോഴ്സുകൾ ഉണ്ടല്ലോ, ഇതിനെ ഇൻ്റഗ്രേറ്റഡ് ആക്കുക, ഒരു 4 വർഷ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആദ്യം അത് 1 വർഷമായിരുന്നു, പിന്നീട് ഇപ്പോൾ 2 വർഷത്തെ BEd കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ 4 വർഷത്തെ കോഴ്സ് ആക്കുക. അതാണ് നമ്മുടെ ITEPയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ 2023 നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു കോമൺ എൻട്രൻസ് എക്സാം കൊണ്ടുവന്നു. അതിനെ NCET എന്ന് നമ്മൾ പറയും, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഈ ഒരു എക്സാം വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഈ ITEP എന്നുള്ളതും അതിലൂടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇനി എന്താണ് നമ്മുടെ രാജ്യത്തെ അധ്യാപക പരിശീലന കോഴ്സുകളുടെ ഭാവി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ITEPിലേക്ക് തന്നെ വരാം. ITEP അഥവാ ITEP. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ അധ്യാപക പരിശീലന കോഴ്സുകളെ 4 വർഷ കോഴ്സുകളാക്കി മാറ്റുന്ന രീതിയാണ് ഈ ITEPിൽ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി 2020 NEP പ്രകാരം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് നമ്മൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ BEdന് എങ്ങനെയാണ് പഠിക്കുന്നത്? നമുക്കൊരു ഗ്രാജുവേഷൻ ആദ്യം വേണം അല്ലേ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി നമുക്ക് വേണം. ആ ഡിഗ്രിക്ക് ശേഷം ഡിഗ്രിയുടെ മാർക്ക്, ഇനി അത് ഡിഗ്രിയുടെ മാർക്കൊക്കെ നോക്കി, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ആ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ BEdന് അഡ്മിഷൻ നേടുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വരുമ്പോൾ ഇങ്ങനെയുള്ള നൂലാമാലകളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വിവിധ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ ഇല്ല. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. നമ്മൾ +2 കഴിയുന്ന ഒരു കുട്ടി, +2 കഴിഞ്ഞ് നമ്മൾ കീമും നീറ്റും ഒക്കെ എഴുതി പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ +2 കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരെ കോളേജിലേക്ക് പോവാണ്. അവിടെ നമ്മൾ 4 വർഷത്തെ ഒരു ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിങ് കോഴ്സ് നമ്മൾ പഠിക്കുകയാണ്. 4 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡിഗ്രിയും BEdും കൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ച കാര്യം, 3 വർഷ ഡിഗ്രി 2 വർഷ BEd എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റം കമ്പൈൻ ചെയ്ത് 4 വർഷം കൊണ്ട് ആക്കിത്തരും. ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് FIUGP, പ്രത്യേകിച്ചും കേരളത്തിലെ FIUGP എന്ന് പറഞ്ഞിട്ട് 4 ഇയർ ഡിഗ്രി കോഴ്സുകളാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ മാറ്റങ്ങൾ, വിപ്ലവകരമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അതിനൊരു പ്രൊഫഷണൽ ഡിഗ്രിയുടെ ആ ഒരു തലത്തിലേക്ക് വരും. ഇനി 3 വർഷം കൊണ്ട് പഠിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുവാണെങ്കിൽ ഓണേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കിട്ടും എന്നൊക്കെയുള്ള സിസ്റ്റം ഒക്കെ ഇപ്പോഴത്തെ FIUGP ഒരു സ്ട്രക്ചറിൽ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് BEdനെയും വിഭാവനം ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഒന്ന് സിസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ITEP ഇതാണ്, ഒറ്റ കാര്യമേ ഉള്ളൂ. +2 കഴിഞ്ഞാൽ ഇനി നമ്മുടെ കുട്ടികൾക്ക് അധ്യാപകരാകാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ അഭിരുചി ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ കോഴ്സിന് പോകാം. അവിടെ നമ്മളൊരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്നുണ്ട്, അത് BAയോ BSCയോ BComോ നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാമെന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ ഏത് കോഴ്സാണ് ഉള്ളത് എന്നതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. എന്ത് പറഞ്ഞാലും 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഡിഗ്രിയും BEdും കൂടി കമ്പൈൻ ചെയ്ത് പാസ്സായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇത് വന്നപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളും ഇത് തന്നെയാണ്. +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ടീച്ചർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ മതി. ഒരുപാട് വർഷങ്ങൾ, പല കോഴ്സുകൾ, പല യൂണിവേഴ്സിറ്റികൾ, ഇങ്ങനെയുള്ള നൂലാമാലകളൊന്നും വരുന്നില്ല എന്ന് സാരം. ഇനി നമുക്കറിയാം NEP 2020 പ്രകാരം നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലും ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 3 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലാണ് നമുക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആളെന്നുണ്ടെങ്കിൽ അവർ പോകേണ്ടത് പ്രിപ്പറേറ്ററി ITEP പ്രോഗ്രാമിനായിരിക്കും. അതായത് ഈ ITEP പ്രോഗ്രാമിനെ, നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിനെ 3 ലെവലുകളായിട്ടാണ് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കോഴ്സുകൾ നടത്തി വരുന്നത്. ഒന്നാമത്തേതാണ് ഈ 3 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾക്കുള്ള പ്രിപ്പറേറ്ററി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 6 മുതൽ 8 ക്ലാസ് വരെ ആണ് പഠിപ്പിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, 6 മുതൽ 8 വരെയാണ് പഠിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് മിഡിൽ പ്രോഗ്രാം ആണ്. ഇനി 9 മുതൽ 12 ക്ലാസ് വരെയാണ് നമുക്ക് പഠിപ്പിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി പ്രോഗ്രാം ആണ്. അപ്പോൾ
നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിൽ ഇതിൽ ഏത് കോഴ്സാണ് ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുകൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചുകുട്ടികളെയാണ് പഠിപ്പിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ പ്രിപ്പറേറ്ററി പ്രോഗ്രാമോ അല്ലെങ്കിൽ മിഡിൽ പ്രോഗ്രാമോ ചൂസ് ചെയ്യാം. ഇനി അതല്ല എനിക്ക് ഹയർ ക്ലാസ്സുകൾ പഠിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി പ്രോഗ്രാം ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡൗട്ട് പറയാം. ഇപ്പോൾ ഒരാൾ പ്രിപ്പറേറ്ററി പ്രോഗ്രാം പഠിച്ചു, അപ്പോൾ അയാൾക്ക് 3 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലേ പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഭാവിയിൽ അയാൾക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ കൂടി പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രിഡ്ജ് കോഴ്സുകൾ, അതായത് ഇതിൽ നിന്നും ഹയർ ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്രിഡ്ജ് പ്രോഗ്രാമുകളും ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നടത്താൻ പ്ലാനുകളുണ്ട്. ഇനി വരും വർഷങ്ങളിൽ അത് നടത്താൻ പ്ലാനുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ കോഴ്സുകൾ ഇപ്പം നമ്മൾ പറഞ്ഞ പ്രിപ്പറേറ്ററി ആണെങ്കിലും മിഡിൽ പ്രോഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡറി പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കേസിൽ മാത്രമാണ്. കുട്ടികളുടെ പ്രായം അനുസരിച്ച് മാറ്റം വരുന്നത് അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതികളിലാണ്, അവരുടെ മനഃശാസ്ത്രത്തിൽ മാത്രമാണ്. അപ്പോൾ അതുമാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ബ്രിഡ്ജ് കോഴ്സുകൾ ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലൊക്കെ നടത്താനായിട്ടും പദ്ധതികളുണ്ട്. ഇനി നമുക്കിത് എവിടെയൊക്കെ പഠിക്കാമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലൊക്കെ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് BEd ഇപ്പോൾ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം IITകളും NITകളും ഒക്കെ സ്വപ്നം മാത്രമാണ് അല്ലേ. ഒരു ആവറേജ് ഇപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് JEE ഒന്നും ക്ലിയർ ചെയ്യാനുള്ള ഒരു കാലിബർ ഇല്ലെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും IITയിലോ NITയിലോ ഒന്നും പോയിട്ട് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ മുൻനിര NITകൾ, ഇപ്പൊ കേരളത്തിൽ കോഴിക്കോട് NIT, നമ്മുടെ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരിയിലും നമ്മുടെ തിരുച്ചിയിലും ഒക്കെയുള്ള NITകളിൽ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സുകൾ നിലവിലുണ്ട്. അപ്പോൾ അവിടെ അവർ പഠിപ്പിക്കുന്നത് BSc ഫിസിക്സ് മാത്സ് അതിനോട് ചേർന്നുള്ള BEd പ്രോഗ്രാമും കൂടി ആയിരിക്കും 4 വർഷം കൊണ്ട് പഠിപ്പിച്ച് പോകുന്നത്. അങ്ങനെയുള്ള കോഴ്സുകളാണുള്ളത്. ഇനി IITകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച IITകളിൽ ഒന്നായിട്ടുള്ള ഖരഗ്പൂർ IIT, അതുപോലെ വാറങ്കൽ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട IITകളിലൊക്കെ തന്നെയും ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം ഉണ്ട്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കാം. നമ്മുടെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ് വരുന്നത്. അവിടെയും ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം നിലവിലുണ്ട്. നമുക്കറിയാം 4 വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് നിലവിലുണ്ട്. അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് NCET, നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിലേക്ക് ഉള്ള ഒരു എൻട്രൻസ് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇനി ഇത് പോരാതെ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ NCERTയുടെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മൈസൂരാണ് ഇവിടുത്തെ RIE ഉള്ളത്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളത്. അവിടെയും ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം പുതിയ സിലബസ് അനുസരിച്ച് പുതിയ കോഴ്സുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുൻനിര സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ മികച്ച ഫെലോഷിപ്പുകളോടുകൂടി മികച്ച ഗൈഡൻസിൽ പഠിക്കാം എന്നുള്ള ഒരു ഗുണം കൂടി ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംശയം, ഇപ്പോൾ ഞാനും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒക്കെ ചിലപ്പോൾ 1 ഇയർ BEdോ 2 ഇയർ BEdോ ഒക്കെ പഠിച്ചവരായിരിക്കും. അപ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ BEd കോഴ്സുകളുടെ അല്ലെങ്കിൽ DLED, നമ്മുടെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ, മുൻപത്തെ TTC, ഇതിൻ്റെയൊക്കെ ഭാവി എന്താണ് എന്നുള്ള സംശയം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ 2030 കൂടിയിട്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഇൻ്റഗ്രേറ്റഡ് BEd സാർവത്രികമാക്കണം എന്നതാണ് നമ്മുടെ NEP 2020 പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2030 ശേഷം ഇൻ്റഗ്രേറ്റഡ് BEd ആകും ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴുള്ള BEdന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് വേണ്ടി 1 ഇയർ BEd 1 ഇയർ MEd എന്നുള്ള പഴയ സിസ്റ്റത്തിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നിലവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇതനുസരിച്ച് നമ്മുടെ കേട്ടറ്റ്, സെറ്റ്, നെറ്റ് പോലെയുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമോ എന്നുള്ള കാര്യവും അതത് ഓർഗനൈസേഷൻസ് നമുക്ക് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന
മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. +2 കഴിയുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പോലെ മെഡിസിൻ പോലെ ഇതും ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ അധ്യാപക പരിശീലന കോഴ്സുകൾ മാറുമെന്നതാണ് ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ വലിയ വ്യത്യാസങ്ങളാണ് ഈ പറയുന്ന ഒരു എക്സാം വഴി ഉണ്ടാവാൻ സാധിക്കുന്നത്. ഇനി എക്സാം എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞല്ലോ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം വഴിയാണ് ഇതിലേക്ക് പ്രവേശനം എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 സബ്ജക്റ്റുകളാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടത്. അതിൽ 2 എണ്ണം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പാസ്സാകേണ്ടതുമാണ്. അതിൽ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ഒരു ജനറൽ ടെസ്റ്റ് ആണ്. നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഉള്ള CUET ഉണ്ടല്ലോ, ആ എൻട്രൻസിനോട് തുല്യമായിട്ടുള്ള ഒരു ജനറൽ പേപ്പർ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നീട് ഏതെങ്കിലും 2 ലാംഗ്വേജസ്, അത് നമ്മുടെ ഈ പറയുന്ന NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അവരെ കുറച്ച് ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, 2 ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 2 ലാംഗ്വേജിലും നമുക്ക് അതിന്റെ പ്രൊഫിഷ്യൻസി തെളിയിക്കുന്ന എക്സാം. അപ്പോൾ അതിലൊന്ന് ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ മിക്ക സ്ഥാപനങ്ങളും ഇംഗ്ലീഷ് തന്നെയാണ് ഒരു ലാംഗ്വേജ് ആയിട്ട് പറയുന്നത്. പിന്നീടുള്ളത് ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ മലയാളം ചൂസ് ചെയ്യാം, ഹിന്ദി ചൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വിദേശ ഭാഷകൾ പോർച്ചുഗീസ് ഒക്കെ പോലെയുള്ള വിദേശ ഭാഷകളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്നുള്ളതിനനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. ഒരു ലാംഗ്വേജ് എന്തായാലും ഇംഗ്ലീഷ് ആണ് എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, എന്തായാലും ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപക അഭിരുചി എത്രത്തോളം ഉണ്ടെന്ന് അളക്കണം. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പേപ്പർ നിങ്ങൾക്ക് ആ എൻട്രൻസ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കും. പിന്നുള്ളത് ഡൊമെയിൻ സബ്ജക്റ്റുകളാണ്. അത് 3 ഡൊമെയിൻ സബ്ജക്റ്റുകളാണുള്ളത്. നമ്മളിപ്പോൾ BA ആണോ BSc ആണോ BCom ആണോ BEdനോടൊപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്, അതനുസരിച്ച് 3 ഡൊമെയിൻ സബ്ജക്റ്റുകൾ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, അവിടെ ഓഫർ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനനുസരിച്ച് മാറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ 4 സെക്ഷനുകളാണ്. അപ്പോൾ ഇങ്ങനെ 4 സെക്ഷനുകളാണ് നമ്മുടെ ഈ NCET നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വന്നത് വഴി ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഇത് എവിടെയൊക്കെ പഠിക്കാം, ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകരാകാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാണ്, എന്തൊക്കെ അവർ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഈ എൻട്രൻസ് ടെസ്റ്റിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്കതിനൊക്കെ റിപ്ലൈ ആയിട്ട് അടുത്ത സെഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.